എടോ ഫിറോസേ, അനിയ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഞാൻ. പക്ഷെ എന്റെ കീഴിലുള്ളവര് അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ. അല്ലടോ വാഴക്കാലി? യെസ് സർ. ആ എന്താ അനിയ, സഹകരിച്ച് പോകാലോ ഇനി അങ്ങോട്ട്? ഇല്ലേ? ഇല്ല സർ, പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എന്താടോ, എന്താ പറയാ? ഇവനെ പോലുള്ള പരമ ചെറ്റകളോടൊക്കെ സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. ചുമ്മാ കൊരക്കല്ലേ സാറേ, പറഞ്ഞോട്ടെ. അതെ, ഈ വ്യഭിചരിക്കാൻ ഇറങ്ങുന്ന ചില പകൽമാന്യന്മാര് ഉടുത്തിരിക്കുന്ന ചീലയഴിച്ച് തലവഴി മൂടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ സാർ. അതുപോലെ പലതും മറയ്ക്കാനും മൂടി പിടിക്കാനും വേണ്ടിയിട്ട് യൂണിഫോം ഇടുന്ന സാറിനെ പോലുള്ള ഒരു കുറച്ചാല് ഹൂ വിൽ ബോദർ സർ? അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറ് തിന്നുന്ന സർവീസ് നായകളുണ്ടല്ലോ, പോലീസ് ഡോഗ്സ്, അവര് കുറയ്ക്കുന്ന വില പോലും കൽപ്പിച്ചു കൊടുക്കുകയല്ല ആണൊരുത്തനും. അതെ സഭാപതി സാറേ, കേട്ട് കാണും. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത 3 സസ്പെൻഷനിൽ 3ഉം ഇതിന് ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് കേട്ടോ സാർ. ഒരു 10-14 വയസ്സ് വരെ ഈ കൊച്ചിയിലെ ചില അറാം പറഞ്ഞ കാക്കാപ്പിള്ളേർ ഇടയെ കിടന്ന് കൊണ്ടും കൊടുത്തും വളർന്നാ ഞാൻ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ പാതിരെ നോക്കി പീച്ചങ്കത്തി കയറ്റി ഞാൻ. അതാ നമ്മുടെ സ്റ്റൈല്. സോ സാറായിട്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഈ 3ന്റെ പുറത്ത് 4ാമതൊരു സസ്പെൻഷൻ കൂടെ വാങ്ങിച്ചെടുക്കാൻ ഉപദ്രവിക്കരുത്. താങ്ക് യു സർ. What a man, Dad. നല്ല അസലാണത്തമുള്ളാണ്. Oh, the real macho. I just love him, Dad. But look, Dad. ഇത് ഡാഡി കാണിക്കുന്ന പോലെ ഫേക്ക് അല്ല ഡാഡ്. ദേ ശരിക്കും ദേ എന്റെ രോം എഴുന്നേറ്റ് വരുന്നു ഡാഡ്. നോക്കൂ ഡാഡ്. ബട്ട് പ്ലീസ് ഡാഡ്, ജീവിതത്തിൽ ഒരിക്കല് ഒരൊറ്റ തവണ ദ ലൈക്ക് ഹിം നല്ല നട്ടലുള്ള ഒരു ആണാവണമെന്ന് കൊതി തോന്നണില്ലേ എന്റെ പൊന്നു ഡാഡിക്ക്? ജസ്റ്റ് ഫോർ വൺസ്, ഒരേ ഒരു തവണ. Yep, that's it man. You did it for once. നല്ല സ്റ്റൈലനാണ്. And I love you for that. ഓ, ഇങ്ങനൊരു അടി ഈ ഡാഡി നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ നന്നായി പോയേനെ, അല്ലേ ഡാഡ്? എനിവേ, better late than never. Bye dad. Excuse me please. Yes. എന്നോട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. Yeah, come in. ദാ കണ്ടില്ലേ, പഴയ വിൻസെന്റ് പീറ്റർ കേസ് മുതൽ ഇങ്ങോട്ട് ജാഗ്രതയിൽ അച്ചടിച്ചു വന്ന ഓരോ സെൻസേഷണൽ റിപ്പോർട്ടിലും ഉണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചെന്ന് കൊള്ളുന്ന ചില ധ്വനികൾ. പക്ഷെ ശേഖരേട്ടന്റെയും ഹരിദാസിന്റെയും മർഡറുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില ഡെഫിനറ്റ് ലീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ, തോന്നൽ, ആരോമിന്ദ്രിയം or extra sensory perception. യെസ്, കുഡ് ബി. പിന്നതാ കേസ് സംബന്ധിച്ച ഫയൽസ്, ഓൾ വാട്ട് ഐ കുഡ് ഗ്യാദർ. But why? പറഞ്ഞില്ലേ, ഈ കേസില് യു ആർ അസൈൻഡ് ടു ഡു ദ ഫോളോ അപ്പ് ഫോർ കേരള രശ്മി. Hey, ശരിക്കും? യെസ്, ആൻഡ് ലിസൺ, പത്രമുതലാളി പരമ്പരയുടെ പ്രിവിലേജസും പാട്ടത്തിൽ ഫാമിലിയുടെ കണ്ണിങ്ങും പിന്നെ പ്രായത്തിൽ കവിഞ്ഞ ബ്രില്യൻസും ഉണ്ടല്ലോ എന്ന് കരുതി നിനക്ക് ചെയ്യുന്ന സൗജന്യമൊന്നുമല്ലത്. ആൻഡ് അഗൈൻ, കേരള രശ്മിയിലെ കുട്ടിക്കാനം പോലെയുള്ള ഏതെങ്കിലും ഒരു സീനിയർ CID റിപ്പോർട്ടറെ ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ ചാരക്കേസ് ലൈനിൽ കൽപ്പിത കഥകളും നുണകളും ചേർത്തെഴുതി പൊലിപ്പിച്ച് വേണ്ടി വന്നാൽ ഒരു 6 മാസം വായനക്കാരനെ വിഭ്രമിപ്പിക്കാൻ പോകുന്ന വിൽപ്പന ചരക്കുകളും ഉണ്ടാവും ഈ കേസിലെന്ന് അറിയാഞ്ഞിട്ടുമല്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. മുമ്പ് ഹരിദാസിനെ കാണാനും അന്വേഷിച്ചു പിടിക്കാനും നീ കാണിച്ച ഇനിഷ്യേറ്റീവ്, അതിന്റെ പേരിലാണ് നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഡു എ സ്ട്രേറ്റ് ജോബ് ആൻഡ് കീപ് മീ ടോൾഡ്. Sir. Yes. Yeah. One moment please. Call for you. ഒരു ഫിറോസ്. Hi Firo. Where the hell are you? You fool. Like hell you called me. 3 ദിവസം ഞാൻ കാത്തിരിക്കുന്നു നിന്റെ ഒരു ഫോണിന്, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. Stupid. അച്ചായത്തി ഹമുക്കേ സ്റ്റുപ്പിഡ് നിന്റെ മറ്റേ. Come on. Give me one. Hey you. I said give me one. ഓടാ അവിടുന്ന്. എടി ഹമുക്കേ ഒരു ഉമ്മ തരാൻ. ഇവിടുന്ന് ഉമ്മയൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ. Look, I'm at my editor's office. Sorry. അതിനാരാടി ഇത്രയും മൂത്ത നിന്റെ എഡിറ്റർ?
Look, Feroz, I'll get back to you. I said I'll get back to you. Get lost, you schmuck. You know? യെസ് ഐ ഡു നോ. നിന്റെ മറ്റവൻ അല്ലേ? അയ്യോ, ഫോണിൽ കൂടെ ഉമ്മ ചോദിക്കണമെങ്കിൽ പിന്നെ ആരാടിയത്? നിന്റെ മറ്റവനല്ലാതെ പറയടി, ആരാവൻ? Feroz, my heart throb. But don't allow the kudichain, okay? Hello, sir. ഹലോ ഹലോ സർ. മനസ്സിലായല്ലോ അല്ലേ? He is ഫിറോസ് മുഹമ്മദ്. പേരങ്ങനെയാണെങ്കിലും ഒരു DIG ലെവൽ മുതൽ മേലോട്ടുള്ള സർക്കിൾസില് ഫിറോസ് എന്നല്ല, ഫിറോഷ്യസ് എന്നാണ് വിളിപ്പേര്. Am I right? ഏയ് അങ്ങനെയൊന്നുമില്ല സർ. അറിയാവടോ. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മട്ടാഞ്ചേരി. അതെ സർ. 9ാം തരം വരെ വിഠോബ സ്കൂളിൽ. 14ാമത്തെ വയസ്സിൽ പെങ്ങളെ കോളേജ് ഗേറ്റിൽ തടഞ്ഞു വെച്ച് നിർബന്ധപൂർവ്വം ഒരു പ്രണയലേഖനം പിടിപ്പിച്ച ലോക്കൽ ദാദയുടെ പതിരയ്ക്ക് പീച്ചാങ്കത്തി കയറ്റി നാട് വിട്ടിട്ട് പിന്നെ പഠിച്ചതും ഇത്രയൊക്കെ വളർന്നതും മദിരാശി ഉമ്മാട് ആംഗ്ലമാർക്കൊപ്പം അല്ലേ? Oh, Christ. അല്ല സാർ ഇതൊക്കെ ഉപജീവനം പത്രമല്ലേ ഫിറോസ്? ഇറ്റ്സ് മൈ ജോബ് ടു നോ. കം. Hi, Devu. What a surprise, da. ശരിക്കും ഒരു വീട്ടുകാരത്തിന്റെ ലൈൻ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ. ഹേയ്, മുമ്പ് ഇവിടെ വന്നപ്പോ സ്വന്തം കൈപ്പടയിൽ ഒരു ചായ ഉണ്ടാക്കി കുടിപ്പിച്ചു നന്ദൻ. എന്താ പറയാ, ഒരു ചായക്കൊക്കെ ഇത്ര ബോറാവാൻ പറ്റുന്ന അന്ന് എനിക്ക് മനസ്സിലായത്. സോ നീ ഇന്നിങ്ങനെ നിന്റെ ഹാർട്ട് ത്രോബിനെയും കൊണ്ടിവിടെ വരുന്നു നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ ഐ തോട്ട് ഐ വിൽ പ്ലേ ഹോസ്റ്റസ്. വെറുതെ ഒരു ആതിഥേയയുടെ വേഷം കെട്ടി നോക്കിയതാ. ഇവള് പറഞ്ഞു കാണും വി ആർ കോളേജ് മേറ്റ്സ്. ദേവിക ശേഖർ. ഓ അങ്ങോട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ 1-2 തവണ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ ചോദിക്കാനുള്ള മുഴുവൻ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പതുക്കെ മതിയെന്ന് വിചാരിച്ചു. താങ്ക്സ്. താങ്ക്സ് ഡാ. ആൻഡ് സർ, താങ്ക് യു ഫോർ മൈ പോസ്റ്റിംഗ്. താങ്ക്സ് ഫോർ വാട്ട്, ഫിറോസ്? ഈ കേസിൽ ഇപ്പോഴത്തെ ഈ പോസ്റ്റിങ്ങിന് എടീ, ഹോം മിനിസ്റ്റർ ചില പ്രഷേഴ്സിന് വഴങ്ങിയിട്ട് ആദ്യം ഒരു ഗോസായുടെ പേരാ ക്യാബിനറ്റ് തീരുമാനിച്ച് ഇങ്ങോട്ട് അയക്കാൻ. Then വെറുതെ ഒരു അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു ബുദ്ധൂസിനെ ഇങ്ങോട്ട് കെട്ടിയെന്നളിച്ച് വിട്ടാല് അവനെ അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ടും കെട്ടിയെടുപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് തലസ്ഥാനത്തേക്ക് ഒരു അൾട്ടിമാറ്റം ചെന്നു CM-ന്. എ ഫോൺ കോൾ ഫ്രം കൊച്ചിൻ. ഐ തിങ്ക് സാറ് തന്നെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു CM-നോട്, ഇല്ലേ സാർ? ഹേയ്, ഞാനങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ അൾട്ടിമാറ്റം ഭീഷണി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചാല് അതേടാ ഐ എം ഓൾസോ ചീഫ് എഡിറ്റർ, അന്നെക്കാളും മുയത്ത പത്രാധിപരാടാ ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരട്ടും നമ്മുടെ മുഖ്യമന്ത്രി. ബട്ട് ഹി ഹാഡ് ഇമ്മൻസ് റിഗാർഡ് ഫോർ ശേഖരേട്ടൻ. പ്രസ്ഥാനത്തെയും ഭരണത്തെയും കടൽക്കിഴവന്മാരുടെ പാർലമെന്ററി വ്യാമോഹങ്ങളെയും ഒക്കെ എന്നും അടച്ച് പുലഭ്യം പറഞ്ഞിരുന്ന ശേഖരൻ എന്ന ജനുവിൻ റവല്യൂഷണറിയോട് ഒരു പഴയ വിപ്ലവകാരിക്ക് തോന്നിപ്പോയ ആദരം. ഐ തിങ്ക് ദാറ്റ് ഡിഡ് ഇറ്റ്. പിന്നെ വിളിക്കുന്ന സാറ് നേരിട്ടാവുമ്പോ പണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ മകനെന്ന പേരുള്ള ഒരു വാത്സല്യം, ഒരു കൺസിഡറേഷൻ, ഐ ബിലീവ് ദാറ്റ് ടു ഹെൽപ്. ഇല്ലേ സാർ? ഹേയ്, പിന്നെ ഫിറോസ്, തന്റെ ഈ സർവിളി സൗണ്ട്സ് വെരി എംബാരസിംഗ്. എന്നെ നന്ദൻ എന്ന് വിളിക്കാൻ തനിക്ക്? നോ സർ, അങ്ങനെ സാറിന് തന്നെ തീർത്തും വിളിക്കാൻ ഒരു അവകാശമുണ്ട് എനിക്ക്. വൈ? സാറിന് ഓർമ്മ വഴിയില്ല, പക്ഷേ ഒരൊറ്റ തവണ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തില് ലെക്ചർ ഹാളിന്റെ മുൻനിരയിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ അക്കാഡമിയില് IPS ട്രെയിനിങ്ങിനിടയ്ക്ക്. ഊവ് സർ, പണ്ട് മനഃപൂർവ്വം ഏതോ അടിപിടി കേസിൽ പ്രതിയായി മറാഠ സെൻട്രൽ ജയിലിൽ കടന്നുകൂടിയിട്ട് അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒറ്റ കയറിയില്ലേ ബ്ലിറ്റ് സ്ട്രൈക്കില്, ജയിലിലെ ക്രൂരതകളെ കുറിച്ച്, തടവുകാരുടെ പ്രോബ്ലംസിനെ കുറിച്ച്. അതിന്റെ ബേസിസിൽ അന്ന് അക്കാഡമിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഒരു ടോക്കൺ ഓൺ ജയിൽ റീഫോംസ്. അന്ന് ഓട്ടോഗ്രാഫിൽ ഒരു കയ്യൊപ്പ് വാങ്ങിച്ചത് ഇപ്പോഴും നല്ല വെടിപ്പോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഐ തിങ്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാ ഇവൻ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞു കുത്തി ഭവ്യതയായിട്ട് നിൽക്കുന്നത്. താങ്ക് ഗോഡ്. സോറി സാർ. Feroz, I think it's time we had a little chat about this case. Sir.